പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് കാരഡേറ്റ്സ് കേക്കിൻ്റെയൊക്കെ ബൾക്ക് ഓർഡേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അതുപോലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാരഡേറ്റ്സ് കേക്കിന് വേണ്ട ബാറ്റർ ഒന്ന് റെഡിയാക്കുകയാണ്. എല്ലാ പീസിനും വേണ്ട ബാറ്റർ റെഡിയാക്കുന്ന വീഡിയോസ് എടുത്തിട്ടില്ല. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന കുറേ ഡൗട്ട്സുകളാണ്, ചേച്ചി പീസാക്കുമ്പോൾ എത്ര സൈസിൽ പീസാക്കണം, എത്ര ഇഞ്ച് വെച്ച് പീസാക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെയ്യാറുള്ളത് 9 ഇഞ്ചിൻ്റെയിലും 10 ഇഞ്ചിൻ്റെയും സ്ക്വയർ ടിന്നിലാണ് ചെയ്യാറുള്ളത്. ചിലവർ റെക്റ്റാങ്കിൾ ടിന്നിലും ചെയ്യാറുണ്ട്. റെക്റ്റാങ്കിൾ ടിന്നിൽ ചെയ്യുമ്പോഴും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ നമ്മൾക്ക് സ്ക്വയർ ടിന്ന് കൂടുതൽ യൂസ് ചെയ്യുന്നത് കാരണം അതിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പീസ് ഓർഡേഴ്സ് വരുമ്പോൾ ചെയ്യാറുള്ളത്. അപ്പോൾ 9 ഇഞ്ചിൻ്റെയിൽ നമ്മളൊരു 1 kg, കറക്റ്റ് 1 kg അല്ല, ഒരു 1100 1200 അടുക്കെ വെയിറ്റ് വരും. അതേപോലെ 10 ഇഞ്ചിൻ്റെയിൽ ചെയ്യുമ്പോൾ നമുക്കൊരു 1500 600 ആ ഒരു വെയിറ്റ് ആയിരിക്കും വന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം റെഡിയാക്കുന്നത് 10 ഇഞ്ചിൻ്റെയിൽ ബേക്ക് ചെയ്യാനുള്ള 2 കപ്പ് മൈദയുടെ മെഷർമെൻറ്റിലാണ് നമ്മൾ കേക്ക് ബാറ്റർ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ 10 ഇഞ്ചിൻ്റെയിൽ ബേക്ക് ചെയ്തിട്ട് കസ്റ്റമർക്ക് ഒരു 2 ഇഞ്ച് വലുപ്പത്തിൽ ചെറിയ പീസസ് ആക്കി മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബാറ്ററൊക്കെ റെഡിയാക്കിയിട്ട് ഇതുപോലെ ബേക്ക് ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിലൊരു 45 മിനിറ്റ്സ് ആണ് നമ്മൾ ബേക്ക് ആവാനായിട്ട് വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ അടുത്തൊരു ബാറ്റർ കാരഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കാനായിട്ട് എഗ്ഗൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടതാണ്. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്, ഒരുപാട് പേര് നമ്മൾ ഡൗട്ട് ചോദിച്ചായിരുന്നു, ചേച്ചി കേക്ക് ഉണ്ടാക്കുമ്പോൾ മുട്ടയുടെ സ്മെല്ല് കുറച്ച് കൂടുതൽ തോന്നുന്നു. അപ്പോൾ അതിന് കാരണം ഈ ഒരു വൈറ്റ് പോർഷനാണ്. നമ്മൾ മുട്ട പൊട്ടിച്ചിട്ട് കഴിഞ്ഞിട്ട് ഈ ഒരു വൈറ്റ് പോർഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എഗ്ഗിൻ്റെ സ്മെല്ല് കേക്കിൽ ഉണ്ടാവില്ല. അപ്പോൾ അത് ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ. അങ്ങനെ ചെയ്താൽ എഗ്ഗിൻ്റെ സ്മെല്ല് കേക്കിൽ ഉണ്ടാവില്ല. ഇപ്പോൾ കാരഡേറ്റ്സ് കേക്കിൻ്റെ ഓർഡേഴ്സ് കൂടാതെ തന്നെ നമുക്ക് വേറെയും ഫ്രോസ്റ്റിംഗ് കേക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരെണ്ണമായിരുന്നു ഇതൊരു 1 kg വെയിറ്റ് വരുന്ന വാൻജോ കേക്കായിരുന്നു. വാൻജോ കേക്കിന് ഞാൻ 2 ലെയർ ചോക്ലേറ്റും 1 ലെയർ നമ്മളുടെ വാനില സ്പഞ്ചുമാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ മോഡലും ഡിസൈനൊക്കെ ഏകദേശം കസ്റ്റമർ നമുക്കൊരു റെഫറൻസ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ റൈറ്റിങ്സ് നമുക്ക് മലയാളത്തിൽ എഴുതാനായിട്ടാണ് തന്നിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ മലയാളത്തിൽ നമ്മൾ ഒരുപാട് അങ്ങനെ എഴുതാത്തത് കാരണം ഇടയ്ക്ക് ഇങ്ങനെ എഴുതുമ്പോൾ ചെറുതായിട്ടൊന്ന് കൈയൊക്കെ വിറക്കും. എന്നാലും കുഴപ്പമില്ല, നമ്മൾ പറ്റുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ടൊക്കെ തന്നെ എഴുതി സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ കേക്ക്. പേരൊക്കെ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ വലിയ ടൈപ്പ് ഷുഗർ ബീഡ്സും അതുപോലെ ചെറിയ ഷുഗർ ബീഡ്സ് ഒക്കെ ഇട്ട് കേക്ക് ഒന്ന് ഡിസൈൻ ചെയ്ത് ഫൈനൽ കോട്ടൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കാരഡേറ്റ്സ് കേക്കൊക്കെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്യുന്നത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു 10 ഇഞ്ചിൻ്റെ ടിന്നിലാണ്, അതായത് സ്ക്വയർ ടിന്നിലാണ് ബേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 9.5 അല്ലെങ്കിൽ 9.25 ആ ഒരു സൈസിലായിരിക്കും കേക്ക് ബേക്കായി വരുമ്പോൾ കിട്ടുക. അല്ലാതെ കറക്റ്റ് 10 ഇഞ്ച് കിട്ടില്ല. അതുപോലെ 9 ഇഞ്ചിൻ്റെയിൽ ബേക്ക് ആവുന്ന കേക്കിന് ഒരു 8.25 ഇഞ്ച് അത്രയൊക്കെ കിട്ടുള്ളൂ, കറക്റ്റ് 9 ഇഞ്ച് കിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കസ്റ്റമർ കുറച്ച് സൈസ് കുറഞ്ഞ പീസ് മതി എന്ന് പറഞ്ഞത് കാരണം 10 ഇഞ്ചിൻ്റെയിൽ ബേക്ക് ചെയ്ത പീസ് നമ്മൾ 4 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. എന്നിട്ട് ഒരു 2.25 ഇഞ്ച് വലുപ്പത്തിലാണ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് വലിയ സൈസ് വേണ്ടെന്ന് പറഞ്ഞത് കാരണമാണ് നമുക്ക് ഈ 10 ഇഞ്ചിൻ്റെയിൽ 4 പാർട്ടായിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റിയത്. അതല്ലാതെ നമ്മൾ നോർമലായിട്ട് സെയിൽ ചെയ്യുന്ന 3 ഇഞ്ച് വലുപ്പത്തിലാണ് നമുക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 4 പാർട്ടായിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ കസ്റ്റമേഴ്സ് നമ്മളോട് പറയുന്ന സൈസ് അനുസരിച്ചായിരിക്കും നമുക്ക് പീസ് എത്ര എണ്ണം കിട്ടും, അതല്ലെന്നുണ്ടെങ്കിൽ എത്ര കിലോ കേക്ക് നമുക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഒരിക്കലും കറക്റ്റ് ഇത്ര കിലോ കേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പീസ് കിട്ടും എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം പീസിൻ്റെ സൈസ് അനുസരിച്ച് പീസിൻ്റെ എണ്ണത്തിലും ഡിഫറൻസ് വരും. അപ്പോൾ കുറേ പേര് ഡൗട്ട് ചോദിച്ചായിരുന്നു, ചേച്ചി 1 kg കേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര പീസ് കിട്ടും എന്നുള്ളത്. അത് നമ്മളുടെ പീസിൻ്റെ സൈസ് അനുസരിച്ച് ഡിഫറൻസ് വരും. അപ്പോൾ ഇത് നമ്മളൊരു 160 പീസ് നമുക്ക് ആദ്യം കൊടുക്കാനുണ്ടായിരുന്നത് നമ്മൾ ചെയ്തതാണ്. അതും ഇനി അടുത്ത് ചെയ്യാനുള്ള 100 പീസും സെയിം സൈസ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു 5 കിലോ കേക്കിൽ തന്നെ നമുക്ക് ഈ ഒരു 160 പീസ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. പീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു 3 ഇഞ്ച് സൈസിലേക്കാണ് കട്ട് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു 7.5-8 കിലോ എങ്കിലും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു 160 പീസ് കിട്ടുള്ളായിരുന്നു. ചെറിയ സൈസ് ആയതുകൊണ്ടാണ് ഇത്രയും കിട്ടിയത്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്ന 100 പീസും ഈ സെയിം സൈസ് തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കേക്കിൻ്റെ പാക്കിങ്
ഞാനിപ്പോൾ ചേട്ടൻ്റെ ബേക്കറിയിൽ നിന്ന് ഇതേപോലത്തെ നമ്മളുടെ ബേസ് ബോർഡിൻ്റെ കുക്കീസും ബിസ്ക്കറ്റുകളൊക്കെ വരുന്ന ബോക്സ് ഉണ്ടാകും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് അതിനകത്താണ് ഇത്രയും ബൾക്ക് പീസസ് ആയത് കാരണം ഞാൻ ചെയ്തത്. നമുക്ക് ഇപ്പം നമ്മൾ നോർമലി ചെയ്യുന്ന കേക്കിൻ്റെ ബോക്സിൽ പാക്ക് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് വെയിറ്റ് വരുമ്പോൾ നമ്മളുടെ കേക്കിൻ്റെ പീസിന് ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നോർമൽ നമ്മൾ കേക്ക് പാക്ക് ചെയ്യുന്ന ബോക്സിൻ്റെ താഴെ നമ്മൾ ഒരു ബേസ് കൊടുക്കുക. ഇപ്പോൾ 10 ഇഞ്ചിൻ്റെ ബോക്സാണ് പാക്ക് ചെയ്യണമെങ്കിൽ 10 ഇഞ്ചിൻ്റെ തന്നെ ഒരു ബേസ് വെച്ചിട്ട് അതിൻ്റെ മേളിൽ പീസസ് എടുത്ത് അടുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം നമുക്ക് ഡാമേജ് ആവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതല്ലെന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേക്കിംഗ് ഷോപ്പുകളിൽ നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കേക്കൊക്കെ ചെയ്യുമ്പോൾ പാക്ക് ചെയ്യുന്ന കുറച്ച് കട്ടിയുള്ള ബോക്സസ് അവൈലബിൾ ആണ്. അത് വാങ്ങിച്ചിട്ട് പാക്ക് ചെയ്യാം. ഒരു 40-50 പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസ് വെക്കാതെ പാക്ക് ചെയ്താലും നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഡാമേജ് ഒന്നും വരില്ല. പിന്നെ ഒത്തിരി ദൂരമുണ്ട്, ഒത്തിരി ട്രാവൽ ചെയ്യാനുള്ള കേക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല കെയർഫുള്ളായിട്ട് തന്നെ പാക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പീസസ് ഡാമേജ് ആവാതെ നമുക്ക് നല്ല സേഫായിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു കേക്ക് നമുക്ക് കാസർഗോഡേക്ക് അവർക്ക് കൊണ്ടുപോകാനുള്ളത് കാരണമാണ് നമ്മൾ ഇത്രയും കെയർഫുള്ളായിട്ട് പാക്ക് ചെയ്യുന്നത് കേട്ടോ. നേരത്തെ നമ്മൾ പാക്ക് ചെയ്ത 260 പീസും നമുക്ക് ചെറിയ സൈസായിരുന്നു. ഇതൊരു 40 പീസിൻ്റെ കാരഡേറ്റ്സ് കേക്കാണ്. അത് നമുക്ക് നമ്മളുടെ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് വെച്ച് തന്നെ 3 ഇഞ്ചിൽ തന്നെ ചെയ്യാനുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ 3 ഇഞ്ച് വലുപ്പത്തിൽ വരുന്ന ഈ ഒരു കേക്കിന് നമ്മൾ പീസ് റേറ്റ് 14 രൂപയാണ് വരുന്നത്. അപ്പോൾ പീസിൻ്റെ സൈസ് കസ്റ്റമർ കുറക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ റേറ്റും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചിട്ടാണ് സെയിൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു സൈസിൽ വന്ന പീസിന് 14 രൂപയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ 10 ഇഞ്ചിൻ്റെ തന്നെയാണ് ബേക്ക് ചെയ്തത്. 10 ഇഞ്ചിൻ്റെയിൽ നമ്മൾ 3 പാർട്ടായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 3 ഇഞ്ച് വലുപ്പത്തിൽ നല്ല കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മളൊരു 0.8 സെൻറ്റിമീറ്റർ വീതിയിലും ഈ പീസ് കട്ട് ചെയ്തെടുക്കും. അത്യാവശ്യം വലുപ്പമുള്ള പീസുകളായിരിക്കും നമ്മുടെ കേക്ക്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പീസിൻ്റെ സൈസ് കട്ട് ചെയ്യുമ്പോൾ വ്യത്യാസം വരും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ യൂസ് ചെയ്ത പോലത്തെ സ്റ്റീലിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ നോർമൽ സ്കെയിൽ വാങ്ങിക്കാം. കുറച്ച് വലുപ്പമുള്ള സൈസ് സ്കെയിൽ വാങ്ങിച്ചിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് മെഷർ ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പീസുകളും നമുക്ക് ഈക്വൽ സൈസിൽ കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ 10 ഇഞ്ചിൻ്റെയിൽ ബേക്ക് ചെയ്ത ഈ കേക്ക് നമ്മുടെ 3 ഇഞ്ച് വലുപ്പത്തിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 36 പീസാണ് കിട്ടുന്നത്. നമുക്ക് 40 പീസാണ് വേണ്ടത്. അപ്പോൾ ഈ സെയിം കസ്റ്റമർക്ക് തന്നെ ഇതിൻ്റെ കൂടെ ഒരു 250 ഗ്രാമിൻ്റെയും അതുപോലെ 500 ഗ്രാമിൻ്റെയും കൂടി കേക്ക് വേണം. അപ്പോൾ ബാക്കി 4 പീസ് നമ്മൾ സെപ്പറേറ്റ് വേറൊരു ചെറിയ ടിന്നിലും കൂടി ബേക്ക് ചെയ്തിട്ട് അതും കൂടി പീസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ല സൈസ് പീസിൻ്റെ കുറവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു 40 പീസ് 42 പീസൊക്കെ ഈ ഒരു 10 ഇഞ്ചിൻ്റെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ 3 ഇഞ്ച് വലുപ്പത്തിലാണെന്നുണ്ടെങ്കിൽ 10 ഇഞ്ചിൻ്റെയിൽ നമുക്ക് 36 പീസാണ് കിട്ടുന്നത്. അത് 9 ഇഞ്ചിലാവുമ്പോൾ ഒരു 29 അല്ലെങ്കിൽ 30 പീസസ് ആയിരിക്കും നമുക്ക് കട്ട് ചെയ്ത് കിട്ടുക. അപ്പോൾ ഈ ഒരു പീസസൊക്കെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളുടെ 250 ഗ്രാമും അതേപോലെ 500 ഗ്രാമിൻ്റെയും കേക്കിന് വേണ്ട ബാറ്ററൊക്കെ ഒന്ന് റെഡിയാക്കി. ബാറ്റർ കുറച്ച് കൂടുതൽ റെഡിയാക്കിയിട്ടുണ്ട്, കാരണം നമുക്ക് നേരത്തേൽ 36 പീസ് കിട്ടിയുള്ളൂ, 40 പീസ് വേണം. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടുള്ള ബാറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ ബാലൻസ് വരുന്ന പീസ് നമ്മൾ വീട്ടിലത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാറ്റർ ഒരുമിച്ച് തന്നെ റെഡിയാക്കിയിട്ട് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വണ്ടർ ഷെഫിൻ്റെ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കേക്കുകളെല്ലാം ഫിലിപ്സിൻ്റെ ഓവനിൽ തന്നെയാണ് ബേക്ക് ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് ഈ 3 ടിന്നും കൂടി ഒരുമിച്ച് വെക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി നമ്മളുടെ വണ്ടർ ഷെഫിൻ്റെ ഓവനിൽ ഒന്ന് വെക്കാമെന്ന് കരുതി. അപ്പോൾ ബാറ്ററൊക്കെ ടിന്നിലേക്ക് ആക്കുന്ന ടൈമിൽ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് ആണ് പ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഫിലിപ്സിൻ്റെ ഓവനിൽ നമുക്ക് 180 ഡിഗ്രിയിൽ 45 മിനിറ്റ്സും കൊണ്ട് നമുക്കെല്ലാം ബേക്കായി കിട്ടും കേട്ടോ. അതിപ്പോൾ 1.5 കിലോൻ്റെ ആണെന്നുണ്ടെങ്കിലും 1 കിലോൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈം കൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടും. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വെക്കുന്നത്. എന്നാലും 180 ഡിഗ്രിയിൽ 45 മിനിറ്റ്സ് തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ നോർമൽ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുന്ന പോലെ നമ്മൾ ക്യാരറ്റ് കേക്കും പ്ലം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പലരുടെയും ഓവനിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് വരും. അതപ്പോൾ നമ്മൾ 1-2 പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു പകുതി സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നമ്മളുടെ ഈ ഒരു 250 ഗ്രാമിൻ്റെയും 500 ഗ്രാമിൻ്റെയും കേക്കിൻ്റെ മേലിൽ കുറച്ച് നട്ട്സ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റേതിലിടാതിരുന്നത് നമുക്ക് കട്ട് ചെയ്ത് പീസാക്കാനുള്ള കേക്ക് ആയത് കാരണം അതിലേക്ക് ഇട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു 35 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ ഒരു 250 ഗ്രാമിൻ്റെ
കാരഡേറ്റ്സ് കേക്ക് ബേക്കായി. അപ്പോൾ അത് ഞാൻ പതിയെ എടുത്ത് മാറ്റി. കാരണം ഇനി മറ്റേ കേക്ക് ബേക്കാവുന്ന ടൈം വരെ ഇത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മേൽഭാഗമൊക്കെ കുറച്ചും കൂടി കരിയും. പിന്നെ നമ്മൾ ആ ഇട്ടേക്കുന്ന കാഷ്യൂസും ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ അത് ഞാൻ നേരത്തെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഈ കേക്കുകളൊക്കെ കൂടാതെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഫ്രോസ്റ്റിംഗ് കേക്കുകൾ വരുമ്പോൾ അതും കൂടി ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു 1/2 kg വെയിറ്റ് വരുന്ന മിൽക്കി നട്ടിൻ്റെ കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തത്. നമ്മളുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് മേലിൽ ഇതുപോലെ ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് സൈഡിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഇതേപോലുള്ള ഒരു നോസിൽ ഡിസൈനും കൊടുത്ത് റൈറ്റിങ്സ് ഒക്കെ എഴുതി സെറ്റ് ചെയ്തെടുത്തട്ടോ. അപ്പോൾ ഒരുപാട് നമ്മളുടെ കാരഡേറ്റ്സ് കേക്കിൻ്റെ ഓർഡേഴ്സ് വരുമ്പോൾ ഇതേപോലത്തെ ഫ്രോസ്റ്റിംഗ് കേക്കിൻ്റെ ഓർഡർ ഞാൻ അധികം എടുക്കാറില്ല. കാരണം രണ്ടും കൂടി നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ 2 ഓവൻ വാങ്ങിച്ചേക്കുന്ന കാരണം കുറച്ച് നമുക്ക് എളുപ്പമാണ് കേട്ടോ. പിന്നെ അതുകൂടാതെ നമ്മൾ റീസെൻ്റായിട്ട് വാങ്ങിച്ച ഒരു കാര്യമായിരുന്നു ഈ ഒരു സീലിംഗ് മെഷീൻ. അപ്പോൾ ഇത് വാങ്ങിച്ചത് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്ലം കേക്കും ക്യാരറ്റ് കേക്കൊക്കെ സെയിൽ ചെയ്യാനായിട്ട് നമ്മൾ ബോക്സും അതുപോലെ കവറുകളും എല്ലാം കൂടി വാങ്ങിക്കുമ്പോൾ നമുക്കത് നഷ്ടമാണ്. കാരണം ഒരുപാട് റേറ്റിലൊന്നും നമുക്കിത് സെയിൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ക്യാരറ്റ് കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ പ്രിൻ്റഡ് ആയിട്ടുള്ള കവറുകൾ നമുക്ക് കിട്ടും. അത് 1/2 kgയുടേന് 5.5 രൂപയും 1 kgയുടേന് 6 രൂപയാണ് വന്നത്. അപ്പോൾ ഞാൻ ഇതേപോലത്തെ 2-3 കവറുകൾ കഴിഞ്ഞ മാസം നമ്മൾ ബേക്കിംഗ് ഷോപ്പിൽ പോയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ 2 എണ്ണം ബാലൻസ് ഉണ്ടായതിൽ തന്നെ പാക്ക് ചെയ്തിട്ട് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഇതേപോലെ സീൽ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ 1/2 kgയുടെയും അതേപോലെ 250 ഗ്രാമിൻ്റെയും ഞാൻ ഈ ഒരു പാക്കിൽ തന്നെയാണ് പാക്ക് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ബോക്സിൻ്റെ ആവശ്യമില്ല. ബോക്സ് വാങ്ങിക്കുമ്പോഴും ഇത് വാങ്ങിക്കുമ്പോഴും എല്ലാം നമുക്ക് വീണ്ടും പൈസ കൂടുതലാവുകയാണ്. അപ്പോൾ ഇത് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്കും ലാഭമാണ്. അപ്പോൾ ഒരുപാട് പ്ലം കേക്കിൻ്റെയും ക്യാരറ്റ് കേക്കിൻ്റെയൊക്കെ ഓർഡർ വരുന്നവർ ഇതേപോലെ സീലിംഗ് മെഷീൻ വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതാണ്ടോ. ഞാൻ വാങ്ങിച്ചത് 10 ഇഞ്ച് സൈസ് വരുന്നതാണ്. 8 ഇഞ്ചാണ് സ്റ്റാർട്ട് വരുന്നത്. അപ്പോൾ 10 ഇഞ്ചിൻ്റെ വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറച്ച് വലുത് വരികയാണെന്നുണ്ടെങ്കിലും ചെറുത് വരികയാണെങ്കിലും എല്ലാം യൂസ് ചെയ്യാം. 2000 രൂപയാണ് കേട്ടോ സീലിംഗ് മെഷീൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു 2 കേക്കിൻ്റെ ഓർഡറും കൂടി ഉണ്ടായിരുന്നു. ഒരു ഫുട്ബോൾ തീമിലുള്ളൊരു കേക്കായിരുന്നു. അത് നമുക്ക് ഫോണ്ടൻ്റ് വെച്ചിട്ട് മേളിൽ ജസ്റ്റ് ടോപ്പേഴ്സ് ചെയ്യാനായിരുന്നു. അതിനപ്പം ജസ്റ്റ് നമ്മളുടെ നോസിൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു വൈറ്റ് ഫോണ്ടൻ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ബ്ലാക്ക് ജെൽ കളർ വെച്ചിട്ട് ഒന്ന് ബ്രഷ് വെച്ച് വരച്ചു കൊടുക്കാൻ കേട്ടോ ചെയ്തത്. അപ്പോൾ അവർക്ക് പ്രിൻ്റ് വേണ്ട ഫോണ്ടൻ്റ് വേണമെന്ന് പറഞ്ഞാലാണ് ഇതേപോലെ ചെയ്തത്. കുറച്ച് ടൈം എടുത്തിട്ടാണ് കേട്ടോ ഇതൊന്ന് കംപ്ലീറ്റ് ആക്കിയത്. നമുക്ക് 7 എണ്ണം ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്തിരിയും കൂടി എളുപ്പമുള്ള എന്തെങ്കിലും വഴിയൊക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ ബോൾസും ഒന്ന് കളർ ചെയ്തിട്ട് ഡ്രൈ ആവാനൊക്കെ ആയിട്ട് വെച്ചു. പിന്നെ നമ്മൾ കേക്ക് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റും യെല്ലോയും തീമാണ് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നെയ്മറിനെയും കൂടി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെയ്മറും കൂടി ഉള്ളത് കാരണമാണ് കേക്കിനൊരു യെല്ലോ കളറും കൂടി കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്കിന് ഇതേപോലെ ഇങ്ങനെ സൈഡിൽ മാത്രമായിട്ടാണ് യെല്ലോ കൊടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് പൈപ്പിംഗ് ബാഗിൽ നമ്മളുടെ യെല്ലോ കളർ ആഡ് ചെയ്തിട്ട് പൊടിക്കൊരു ഓറഞ്ച് കളറും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ഡാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് ഇതുപോലെ സൈഡിലൊക്കെ ആയിട്ട് ഒന്ന് കൊടുത്തിട്ട് നമ്മൾക്ക് ഇനിയിപ്പോൾ ഇതുമ്പോൾ സ്റ്റിക്കറും നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ഫുട്ബോളിൻ്റെ ഫോണ്ടൻറ്റും കൂടി ഇതിൻ്റെ മേലിലേക്ക് വെക്കാനുണ്ട്. പ്ലം കേക്കിൻ്റെയും ക്യാരറ്റ് കേക്കിൻ്റെയും ഓർഡേഴ്സൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഫോണ്ടൻറ്റ് കേക്കുകളൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് ഫോണ്ടൻറ്റ് വർക്കുകളും അതേപോലെ ഹെവി ആയിട്ടുള്ള വർക്ക്സും വരുമ്പോൾ നമ്മൾ പ്ലം കേക്കും കാര്യങ്ങളൊക്കെ ഓർഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം എല്ലാ ഓർഡേഴ്സും എടുക്കാനായിട്ട്. പിന്നെ നമുക്ക് അത് കൂടാതെ ഒരു 34 മാക്രോൺസ് ഉണ്ടായിരുന്നു. പിന്നെ എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും വെച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ ഒരു 39 മാക്രോൺസ് നമ്മൾ ഉണ്ടാക്കിയായിരുന്നു. 17 വൈറ്റും അത് കൂടാതെ ഒരു 19 യെല്ലോ മാക്രോൺസാണ് ഉണ്ടായത്. അപ്പോൾ അതും ഒന്ന് റെഡിയാക്കിയിട്ട് പാക്ക് ചെയ്തു. പിന്നെ ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് നമ്മളുടെ ആ ഒരു 40 പീസ് ക്യാരറ്റ് കേക്ക് വേണ്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാം പാക്ക് ചെയ്തു സെറ്റ് ചെയ്തിട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഓർഡേഴ്സും വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.